ഹൈദരാബാദിലും മുംബൈയിലും നടന്ന താരനിശകളിലും ക്രിക്കറ്റ് മത്സരങ്ങളിലും കോടികൾ മുടക്കി സജീവ സാന്നിധ്യമായി നൗഹീര ഷെയ്ഖ്. T10 ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ നൗഹീര ഷെയ്ഖിനെ സ്വീകരിക്കാനെത്തിയത് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം രമീസ് രാജ. വിശ്വാസിയായി നടിച്ച് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ നൗഹീര അത്യാഡംബരങ്ങളുടെ തോഴിയാണ്. ആന്ധ്ര തിരുപ്പതിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച നൗഹീര ഷെയ്ഖ് കോടികൾ കൊണ്ട് അമ്മാനമാടിയ വ്യവസായിയും തട്ടിപ്പുകാരിയുമായി വളർന്നത് അതിവേഗത്തിലായിരുന്നു. നൗഹീരയുടെ വളർച്ചയെല്ലാം മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു. അതിന് ഇസ്ലാമിക് ബാങ്കിംഗ് എന്ന ആശയത്തെയും അവർ ശരിക്കും കരുവാക്കി ഉപയോഗിച്ചു. ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം പണം പലിശയ്ക്ക് കൊടുക്കുന്നത് ഹറാമായ കാര്യമാണ്. മലയാളികളടക്കമുള്ള പല മുസ്ലിം വ്യവസായികളും ഇക്കാര്യത്തിൽ കർശന നിലപാടുകാരാണ്. അതുകൊണ്ട് പലിശ അല്ലാത്ത ബിസിനസ്സിൽ പങ്കാളികളാകാൻ തയ്യാറായി അവർ പലപ്പോഴും രംഗത്തു വന്നിരുന്നു. ഇസ്ലാമിക ബാങ്കിംഗ് എന്ന ആശയത്തെക്കുറിച്ച് കേരളം കാര്യമായി തന്നെ ചർച്ച ചെയ്തു. ഇതോടെ അതിലെ ബിസിനസ് സാധ്യത നൗഹീര തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് കേരളത്തിൽ പലിശരഹിത ബാങ്കിങ്ങിന്റെ പേരിൽ രംഗത്തിറങ്ങിയതും 500 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയതും. പലിശരഹിത ബിസിനസ്സിന് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് അന്താരാഷ്ട്ര കമ്പനി കബളിപ്പിച്ചത് ആയിരക്കണക്കിന് നിക്ഷേപകരെയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹീര ഗ്രൂപ്പാണ് നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിയത്. നിക്ഷേപകരെ പറഞ്ഞു പറ്റിച്ച് കമ്പനി 500 കോടിയോളം രൂപയാണ് കവർന്നത്. എന്നും അത്യാഡംബരപൂർവ്വം ജീവിച്ച വ്യക്തിയാണ് നൗഹീര ഷെയ്ഖ്. ഇതിനായി അവർ സമർത്ഥമായി വിശ്വാസത്തെ മറയാക്കുകയായിരുന്നു. ഹൈദരാബാദിലും മുംബൈയിലും നടന്ന താരനിശകളിലും ക്രിക്കറ്റ് മത്സരങ്ങളിലുമെല്ലാം കോടികൾ മുടക്കി സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിന്നു നൗഹീര. തികഞ്ഞ വിശ്വാസി എന്ന പ്രതിച്ഛായ പരത്തിയാണ് നൗഹീരയുടെ തട്ടിപ്പുകൾ അരങ്ങേറിയത്. അതുകൊണ്ട് മുസ്ലിങ്ങളാണ് ഇവരുടെ തട്ടിപ്പിൽ വീണതും. മഹാരാഷ്ട്രയിൽ നടന്ന T10 ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ അതിഥിയായി എത്തിയതാണ് നൗഹീര ഷെയ്ഖ്. അന്ന് കമന്റേറ്ററായ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം രമീസ് രാജയാണ് നൗഹീര ഷെയ്ഖിനെ സ്വീകരിച്ചത്. ആന്ധ്രയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിലും അവർ വിജയിച്ചു. പിന്നാലെ രാഷ്ട്രീയ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഭാഗമായി. കർണാടക തെരഞ്ഞെടുപ്പിൽ മുസ്ലിം എംപവർ പാർട്ടി എന്ന പേരിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതിന്റെ നേട്ടം ലഭിച്ചത് BJPക്കാണ്. അഖിലേന്ത്യാ വനിതാ ശാക്തീകരണ പാർട്ടിയുടെ അധ്യക്ഷയും രാജ്യാന്തര മനുഷ്യാവകാശ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായി. BJPയോട് അടുപ്പം പുലർത്തി ഇവർ മോദിയുടെ ചിത്രം പോലും പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചു. സ്വർണത്തിനൊപ്പം എല്ലാ വ്യവസായ മേഖലകളിലും പങ്കുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതും ഹീര ഗ്രൂപ്പിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. 36% മുതൽ 54% വരെ ലാഭവിഹിതം ഉറപ്പു നൽകുന്ന എന്തു വ്യവസായമുണ്ടെന്ന് പണം നിക്ഷേപിച്ചവർ ആലോചിക്കും മുമ്പ് തന്നെ ഹീര ഗ്രൂപ്പ് തകർച്ചയിലുമായി. കമ്പനിയുടെ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിക്ഷേപവും ലാഭവിഹിതവും ലഭിക്കാതെ പറ്റിക്കപ്പെട്ടത് ആയിരങ്ങളാണ്. കേരളത്തിൽ നിന്ന് മാത്രം 500-ലേറെ നിക്ഷേപകരാണ് തട്ടിപ്പിനിരയായത്. ഇതിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നും അന്വേഷണത്തെ അട്ടിമറിക്കുന്നു എന്നുമാണ് നിക്ഷേപകരുടെ ആക്ഷേപം. കോഴിക്കോട് ഇടിയങ്ങരയിലാണ് കമ്പനി ഓഫീസ് തുടങ്ങിയത്. സ്വർണ്ണക്കട്ടകളും സ്വർണ്ണത്തരികളും ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്തുകൊണ്ടായിരുന്നു ഹീര ഗോൾഡ് എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് പ്രവർത്തനം തുടങ്ങുന്നത്.